കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് എം.ടി. രമേശ്. കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. കോഴിക്കോടിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദികൾ UDFും LDFും ആണെന്നും എം.ടി. രമേശ് ജനൻ ടിവിയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം കോഴിക്കോട് ജില്ലയിലും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് NDA സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള എം.ടി. രമേശാണ്. ചേട്ടാ, പ്രചാരണം ഇപ്പോൾ എങ്ങനെയുണ്ട്? പ്രചരണം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും ഒരു റൗണ്ട് സമ്പർക്കം പൂർത്തിയാക്കി. പ്രമുഖ വ്യക്തികളെ കണ്ടു, പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും കണ്ടു, സാമുദായിക നേതാക്കന്മാരെ കണ്ടു. അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും കണ്ട് ഒരു വട്ടം പൂർത്തിയാക്കി. ഇനി എല്ലാ മണ്ഡലങ്ങളിലും 7 അസംബ്ലി മണ്ഡലങ്ങളിലും റോഡ് ഷോ പൂർത്തിയായി. അടുത്ത 2ാം ഘട്ടം എന്നുള്ള നിലക്ക് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കടകളും സമ്പർക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കോളനികൾ സമ്പർക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രചരണം മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല ആത്മവിശ്വാസം, ഓരോ ഘട്ടം പ്രചരണം പൂർത്തിയാകുന്ന സമയത്തും നല്ല ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നിലവിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MK രാഘവൻ പറഞ്ഞിട്ടുള്ള നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് BJPക്ക് കേരളത്തിൽ ഒരു സാധ്യതയുമില്ല എന്നുള്ള കാര്യമാണ്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? പല സാധ്യതകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാവുകയാണല്ലോ. കാരണം ഈ തെരഞ്ഞെടുപ്പ് രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതാണ് രാജ്യത്തിലെ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം. മോഡിയുടെ ഗ്യാരണ്ടിയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അപ്പം അതുകൊണ്ട് കേരളവും നരേന്ദ്രമോദിയോടൊപ്പം യാത്ര ചെയ്യും. ഇവിടെ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? അതാണല്ലോ ജനം ചിന്തിക്കുക. രാജ്യം എന്തായാലും 400 സീറ്റുമായിട്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, കോൺഗ്രസിന് പോലും തർക്കമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക, ആ ഗവൺമെൻറ്റിൽ നിന്ന് കേരളത്തിന് പരമാവധി സഹായം ലഭ്യമാക്കുന്ന ഒരു ആളുകളെ പാർലമെൻറ്റിൽ എത്തിക്കാനാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനോ LDFിനോ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് ജനങ്ങൾക്കൊരു പ്രയോജനമില്ല എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒന്ന് മാറി ചിന്തിക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പുള്ള ഓപ്ഷൻ BJP മാത്രമാണ്. ചേട്ടാ, അതുകൂടാതെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടിനെ തകർത്ത പല തീരുമാനങ്ങൾക്കും പുറകിൽ UDFും LDFും ആണെന്ന്. അത് വാസ്തവത്തിൽ സത്യം തന്നെയാണല്ലോ? തീർച്ചയായിട്ടും. കാരണം കോഴിക്കോടിൻ്റെ ഇന്നത്തെ ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥക്ക് LDFും UDFുമാണ്. അത് കേരളത്തിൻ്റെ കോഴിക്കോടിൻ്റെ സാമൂഹ്യ ജീവിതമായാലും സാമ്പത്തിക ജീവിതമായാലും വ്യാവസായിക മേഖലയിലുമായാലും എല്ലാം UDFും LDFും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് എല്ലാ തീരുമാനമെടുത്തത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത് മാവൂർ ഗാളിയോറയൻസ് ആണ്. ആ മാവൂർ ഗാളിയോറയൻസ് പൂട്ടിയതിൻ്റെ പിറകിൽ LDFും UDFും ഒരുപോലെയാണ്. അപ്പം അതുകൊണ്ട് കോഴിക്കോടിൻ്റെ തകർച്ചക്ക് ഉത്തരവാദികൾ അതിൽ ഒന്നാമത്തെ പ്രതി ആരാണ്, രണ്ടാമത്തെ പ്രതി ആരാണ് എന്ന സംശയം മാത്രമേ ഉള്ളൂ. രണ്ടു കൂട്ടരും കൂട്ടുപ്രതികളാണ്. ആ കൂട്ടുപ്രതികളാണ് വീണ്ടും കോഴിക്കോടിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് പരിഹാസ്യപരമായിട്ടുള്ള കാര്യം. ഇപ്രാവശ്യം കോഴിക്കോട് നിന്നുള്ള ഒരു NDA MP ആയിരിക്കും പാർലമെന്റിൽ എത്തുക എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് കോഴിക്കോട് ജയിക്കാൻ സാധിക്കും. കോഴിക്കോട് പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുക ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കോഴിക്കോട്ട് എത്തിക്കുക എന്നുള്ള മുൻഗണന തന്നെയായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന മന്ത്രം കേരളത്തിൽ മുഴങ്ങി കേൾക്കുമ്പോൾ കോഴിക്കോടും അതിന് ചുക്കാൻ പിടിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അനൂപ് പാലയ്ക്കൊപ്പം V. സോണൽ കൃഷ്ണ.